വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെന്റ്. നമുക്കപ്പോൾ ഡയറക്റ്റ് നെഫ്റ്റിയിലോട്ട് എടുക്കാം. ഒട്ടും ടൈമില്ല, ഞാൻ ഇന്ന് മോർണിംഗിലാണ് അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നത്. ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്നലെ നമ്മൾ പറഞ്ഞത് 23,786 മേളിൽ ഒരു ക്ലോസിങ് തരും. ക്ലോസിങ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു. ക്ലോസിങ് തരുവാണെങ്കിൽ നമുക്ക് ഒരു 23,900 വരെ ഒരു ടാർഗറ്റ് കിട്ടും. അല്ലെങ്കിൽ 23,460 താഴെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 23,350. പക്ഷേ നമ്മുടെ രണ്ട് ലെവൽ ഇന്നലെ വന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇന്നലെ ട്രേഡ് എടുത്തില്ല. ചില ദിവസങ്ങളിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യാനും പഠിക്കണം. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റിൽ അഥവാ ബയേഴ്സിന് പറ്റിയ മാർക്കറ്റിൽ, ഇത് സെല്ലേഴ്സിന്റെ മാർക്കറ്റാണ്. ഇങ്ങനെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലേഴ്സിന്റെ മാർക്കറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് മോർണിംഗിൽ എന്ത് ചാൻസസ് ഒക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ മാർക്കറ്റ് റിയാക്ട് ചെയ്യാം, അത് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഞാൻ ഒരിക്കലും ഇന്നൊരു അപ്സൈഡിലോട്ട് ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ട് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതൊക്കെ ഓക്കെയാണ്. സപ്പോസ് മാർക്കറ്റ് ഞാൻ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഈ 23,580 താഴെ വരുവാണെങ്കിൽ വലിയ മൂവ്മെന്റ് ഇല്ല, ചെറിയൊരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാനായിട്ട് നോക്കുന്നുള്ളൂ. കാരണം മാർക്കറ്റ് അത്രയ്ക്കും റിസ്കി ആയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ, 23,580 താഴെ ക്ലോസിങ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 23,500 വരെ ഒരു ടാർഗറ്റ് വെച്ചിട്ട് ഇറങ്ങുക, പ്രോഫിറ്റ് കിട്ടുക, ബുക്ക് ചെയ്ത് ഇറങ്ങുക, അത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ വലിയ ഇതൊന്നുമില്ല. ഒരു അഥവാ 23,460 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ഈ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്സൈഡിലോട്ട് ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല. കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ, റെസിസ്റ്റൻസ് കുറേ ഉണ്ട്. പിന്നെ അഥവാ ഒരു മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തരുവാണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തരുവാണെങ്കിൽ 23,900 വന്ന് റിവേഴ്സ് അടിച്ച് ഒരു 12 മണിക്ക് ശേഷം അഥവാ 23,800 അവിടെ മാർക്കറ്റ് കിട്ടുവാണ്. അവിടുന്ന് റിവേഴ്സ് മേളിലോട്ട് പോകാൻ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ, ഒരു ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡിൽ, ഒരു പിൻബാർ ക്യാൻഡിൽ പോലത്തെ ഒരു ക്യാൻഡിൽ, ഒരു ബുള്ളിഷ് ക്യാൻഡിലൊക്കെ ഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് 24,000 വരെ നമുക്ക് ടാർഗറ്റ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, എങ്ങനെ 12 മണിക്ക് ശേഷം എനിക്ക് മാർക്കറ്റ് ഈ റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണ്, ബുള്ളിഷ് ഇതേപോലത്തെ ഒരു പിൻബാർ ക്യാൻഡിലൊക്കെ ഫോം ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഇതേപോലത്തെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഇത്രയും വലുത് വേണ്ട, ഈ റേഞ്ച് ഇതേപോലത്തെ ആയാലും മതി, ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണ്, ഒരു ഗ്രീൻ പച്ച ക്യാൻഡിൽ ഇങ്ങനെ ഉണ്ടാക്കി പോവുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇത്, സെക്കൻഡ് ടാർഗറ്റ് ഇത് അച്ചീവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അത് ശ്രദ്ധിച്ച് വീഡിയോ ഒന്നും കൂടി കണ്ടിട്ട് 2 വട്ടം കണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം ഇത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഇന്ന് രാത്രി തന്നെ കാണാം. ഓക്കെ, ബൈ.